ശബരിമലയിൽ സമഗ്ര വികസനം കൊണ്ടുവരുമെന്ന പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ വാഗ്ദാനം ആത്മാർത്ഥതയില്ലാത്തതെന്ന് NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി. മണ്ഡലത്തിലെ വികസന മുരടിപ്പും പാഴ്വാഗ്ദാനങ്ങൾ നൽകുന്നവരെയും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും അനിൽ ആന്റണി ജനം ടിവിയോട് പറഞ്ഞു. പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശക്തമായ ജനപിന്തുണയോടെ പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ മണ്ഡലത്തിൽ മുന്നേറുകയാണ്. ആറന്മുളയിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പര്യടനം. ആറന്മുള സെന്റ് മേരീസ് പള്ളിയിൽ രാവിലെ അദ്ദേഹം സന്ദർശനം നടത്തി. ഓശാന ഞായറ ഇന്ന് വിശ്വാസികളോടൊപ്പം പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷമാണ് മണ്ഡലത്തിലെ മറ്റ് പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാനായി എത്തിയത്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ പൊതുജന പങ്കാളിത്തം മണ്ഡലത്തിലെ ഓരോ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴെല്ലാം അവിടെ നിന്നെല്ലാം അങ്ങേക്ക് ലഭിക്കുന്നുണ്ട്. പ്രചരണത്തിന് ശക്തമായ പൊതുജനങ്ങളുടെ ഒരു പങ്കാളിത്തം ലഭിക്കുന്നുണ്ടെന്നത് ശ്രദ്ധേയമാണ്. എങ്ങനെ വിലയിരുത്തുന്നു ഇതുവരെയുള്ള പ്രചരണം? ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ ഏകദേശം 3 ആഴ്ച കഴിഞ്ഞു. ഈ പാർലമെൻ്ററി മണ്ഡലത്തിലെ എല്ലാ നിയോജന മണ്ഡലങ്ങളും ഒന്നിലധികം പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. പ്രവർത്തകരോടൊപ്പം അതുപോലെ പൊതുജനത്തോടൊക്കെ ഒരുപാട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയത്, ഇവിടുത്തെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് ഒരു സംശയവുമില്ല. ഒരാൾ MP ആയിട്ട് ഏകദേശം 15 വർഷമായി. ശ്രീ ആൻ്റോ ആൻ്റണി MP ആയിട്ട് ഏകദേശം 15 വർഷമായി. അതിൽ ആദ്യത്തെ 5 വർഷം കേന്ദ്രത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ UPA സർക്കാരും ശ്രീ ഉമ്മൻചാണ്ടിയുടെ UDF സർക്കാരും ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം MP ആയത്. എന്നിട്ട് പോലും ആദ്യത്തെ 5 വർഷം ഇവിടെ അധികം വികസനമൊന്നും നടന്നില്ല. പിന്നെ കഴിഞ്ഞ 10 വർഷം അദ്ദേഹം പ്രതിപക്ഷ MP ആണ്. ഇവിടെ ജനങ്ങൾ എന്നോട് പറയുന്നത് ആകപ്പാടെ ഇവിടെ നടക്കുന്നത് കുറേ ബസ് സ്റ്റോപ്പിൽ മോഡിഫൈ ചെയ്യുന്നു, ലാമ്പ് പോസ്റ്റ് ഉണ്ടാക്കുന്നു, ഹൈ പോസ്റ്റ് ഉണ്ടാക്കുന്നു. അതല്ലാതെ ബാക്കി എല്ലാ വികസനവും ഇദ്ദേഹം അവകാശപ്പെടുന്നത് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഇദ്ദേഹം ഫ്ലക്സ് അടിച്ചു വെക്കുന്നത് തന്നെയാണെന്നാണ് എല്ലാവരും എന്നോട് പറയുന്നത്, എല്ലാ പാർട്ടിക്കാരും. പിന്നെ ഡോക്ടർ തോമസ് ഐസക് മറ്റേ സ്ഥാനാർത്ഥി, അദ്ദേഹം 5-6 പ്രാവശ്യം MLA ആയി, നിരവധി പ്രാവശ്യം മന്ത്രിയൊക്കെ ആയ വ്യക്തിയാണ്. പക്ഷേ ഇന്ന് കേരളം വലിയൊരു കടക്കണിയിലാണ്. കേരളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിലേറ്റവും വലിയ ഉത്തരവാദി ഇദ്ദേഹമാണെന്നാണ് ജനങ്ങൾ എന്നോട് പറയുന്നത്. ഇന്ന് ജനങ്ങളിവിടെ മാറ്റം ആഗ്രഹിക്കുന്നു. ഇവിടെ എല്ലാത്തര കാര്യമുണ്ട്. ഒരുപാട് കർഷകരുള്ള സ്ഥലമാണ്. ഏകദേശം 50-ലധികം കോളേജുകളുള്ള സ്ഥലമാണ്. ഒരുപാട് യുവാക്കളുണ്ട്. അതുപോലെ ഇവിടെ വലിയൊരു പ്രവാസി സമൂഹമുള്ളവരാണ്. എല്ലാ തരക്കാരുമുണ്ട്. ഇവരെല്ലാം ഏതെങ്കിലും രീതിയിൽ വലിയ ദുരിതത്തിലാണ്. എല്ലാവരും ഇന്ന് മാറ്റം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ യുവാക്കൾ അവർ പുതിയ തൊഴിലവസരങ്ങൾ ആഗ്രഹിക്കുന്നു. പത്തനംതിട്ട ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ജില്ലയാണ്. പക്ഷേ ഏറ്റവും അണ്ടർ ഡെവലപ്ഡ് ആയ ജില്ലകളിലൊന്ന് പത്തനംതിട്ടയാണ്. ഇവിടെ പറയാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി പോലുമില്ല. സ്മോൾ സ്കെയിലായാലും ലാർജ് സ്കെയിലായാലും മീഡിയം സ്കെയിലായാലും പറയാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി പോലുമില്ല. യുവാക്കൾക്ക് അവസരങ്ങളില്ല. അവർ എല്ലാവരും ഈ ജില്ല വിട്ടു പോകുന്നു. അതുപോലെ കർഷകർ വലിയ ദുരിതത്തിലാണ്. അവർക്ക് മാറ്റം ആഗ്രഹിക്കുന്നു. ഇവിടെ ശബരിമലയും മാരമൺ കൺവെൻഷനും അതുപോലെ പരിമലപ്പള്ളിയും എല്ലാമുള്ള വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാണ് കേരളത്തിൻ്റെ തന്നെ, ഇന്ത്യയിലെ തന്നെ. പക്ഷേ അങ്ങനത്തെ ഒരു സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങളില്ല. അപ്പം എല്ലാവരും ഇവിടെ കൂടുതൽ അവസരങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ലോകാത്തര നിലവാരമുള്ള മറ്റ് സൗകര്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു. അതെല്ലാം ഈ 3 സ്ഥാനാർത്ഥികളിൽ ശ്രീ നരേന്ദ്രമോദിജിയും BJPയും പ്രതിനിധീകരിക്കുന്ന എനിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു വസ്തുത ഇന്ന് ഒരുവിധം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കാരണം തന്നെ തീർച്ചയായിട്ടും എല്ലാവരും താമര അടയാളത്തിൽ ഇപ്രാവശ്യം വോട്ട് രേഖപ്പെടുത്തി ഞാൻ വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തോമസ് ഐസക് ഇന്നലെ പറഞ്ഞത് ശബരിമല ഒരു കേദാർനാഥ് മാതൃകയിൽ സമഗ്ര വികസനം ശബരിമലയിൽ സാധ്യമാക്കുമെന്നാണ്. കഴിഞ്ഞ തീർത്ഥാടന കാലത്തും അയ്യപ്പന്മാർ കൊടിയ ദുരിതം അനുഭവിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. റോഡുകളിലേക്ക് കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ അയ്യപ്പന്മാർക്ക് ദർശനം നടത്താതെ മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഇടത് സ്ഥാനാർത്ഥി. 8 വർഷം തുടർച്ചയായി കേരളം ഭരിച്ചിട്ടും ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനാകാത്ത ഇടത് പക്ഷത്തിൻ്റെ ഒരു പ്രതിനിധിക്ക് ഇങ്ങനെയൊരു വിരോധാഭാസം ഉള്ള ഒരു രീതിയിലുള്ളൊരു വോട്ട് പിടിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തേണ്ടി വന്നത്, ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പവിത്രമായ ഭൂമിയിലൊന്നായ ശബരിമല, അതിൻ്റെ പവിത്രത നശിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു അതെല്ലാം LDF സർക്കാർ ചെയ്തു. അന്ന് നാമജപം ജപിച്ചവരെ തെറിജപമെന്നും പറഞ്ഞ് ആക്ഷേപിച്ചവരാണ് ഇന്ന് ശബരിമലയെ രക്ഷിക്കാൻ നടക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആലപ്പുഴയെ വെനീസ് പോലെയാക്കുമെന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ന് അതുപോലെ തന്നെ കിടക്കുകയാണ്. അപ്പം അവിടുത്തെ സ്ഥിതി മോശമായി, അന്നത്തേനെ കഴിഞ്ഞ് മോശമായി. എന്നിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്നതിൻ്റെയൊക്കെ സിൻസിയറിറ്റി എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം.
അതേസമയം നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അയോധ്യയിൽ നമ്മൾ പാർട്ടി രൂപീകരണത്തിൻ്റെ സമയത്ത് തന്നെ അവിടെ ക്ഷേത്രം പണിയെന്ന് പറഞ്ഞു. ഈ കൊല്ലം അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്നു. അതോടൊപ്പം തന്നെ ഇന്ന് അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് 10 വരി 12 വരി പാതകൾ കാണാം. ഇന്ന് ലോകത്തിലെ സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് അവിടെ കാണാം. ഇന്ന് ഡൽഹി ബോംബെ മെട്രോയുടെ അതേ സൗകര്യങ്ങളുള്ള മെട്രോ സ്റ്റേഷൻ അവിടെ വരുന്നുണ്ട്. അതുപോലെ ലോകാത്തര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇപ്പം എല്ലാ തരക്കാർക്കും നല്ല സൗകര്യത്തോടെ താമസിക്കാൻ കഴിയുന്ന താമസ സൗകര്യങ്ങളും ഹോട്ടലുകളുമുണ്ട്. അതൊരു മോഡേൺ സിറ്റിയായി മാറിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് ചെയ്തിട്ടുണ്ട്. അതാണ് മോദിജിയുടെ ഗ്യാരണ്ടി. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ട്രാക്ക് റെക്കോർഡ് വെച്ചാണ് നമ്മൾ വികസനം കൊണ്ടുവരുമെന്ന് പറയുന്നത്. പക്ഷെ മറ്റവരെല്ലാം 75 വർഷം ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമെന്ന് പറയുന്നതാണ്. അതിനൊരു സിൻസിയറിറ്റിയും ഇല്ല, അതിന് ട്രാക്ക് റെക്കോർഡും ഇല്ല. കാരണം ഇതൊന്നും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലും തുടർച്ചയായി ലഭിക്കുന്നതിന് പത്തനംതിട്ടയിൽ നിന്നും NDAയുടെ സ്ഥാനാർത്ഥിയുടെ വിജയം അത് അനിവാര്യമാണെന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എത്തുന്ന മണ്ഡലങ്ങളിലെല്ലാം ജനങ്ങളുടെ വലിയ പങ്കാളിത്തവും ലഭിക്കുന്നുണ്ട്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി.